ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന രണ്ട് വലിയ ഗുണങ്ങളുണ്ട്. നമ്മൾ വിജയിക്കാനല്ല നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന രണ്ട് പ്രത്യേകമായ ഗുണം. ഒന്ന്, വിശ്വസ്തരായിരിക്കുക. ഞാൻ വിശ്വസ്തനാണ്. എൻ്റെ ദൈവസന്നിധിയിൽ ഞാൻ വിശ്വസ്തനാണോ? എൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ വിശ്വസ്തനാണോ? എൻ്റെ ആധ്യാത്മിക ജീവിതത്തിൽ ഞാൻ വിശ്വസ്തനാണ്. നമ്മളൊന്ന് ആത്മശോധന ചെയ്യുക. രണ്ടാമതായിട്ട്, വിവേകിയായിരിക്കുക. പാപാവസ്ഥകളിലും അതുപോലെ മറ്റുള്ള സാഹചര്യങ്ങളിലും ദുശീലങ്ങളിലും പെടാതെ വിവേകത്തോടെ മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് ആത്മശോധന ചെയ്യാം. ഈ രണ്ട് കാര്യങ്ങളുമാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ പലപ്പോഴും വിജയങ്ങൾ കൈവരിക്കാനും അതിലാണ് ഏറ്റവും വലിയ സമ്പന്നത എന്ന് മനസ്സിലാകുന്നത്. എന്നാൽ വിജയിക്കുന്നതിനേക്കാളപ്പുറം വിശ്വസ്തതയിലൂടെയാണോ ഞാൻ വിജയിച്ചിരിക്കുന്നത്? വിശ്വസ്തത എൻ്റെ ജീവിതത്തിലുണ്ടോ? വിവേകത്തിലൂടെ എനിക്ക് കാര്യങ്ങളെ മാറ്റാൻ പറ്റിയിട്ടുണ്ടോ? നമ്മൾ ചിന്തിച്ച് നോക്കാം. ഈ രണ്ട് കാര്യങ്ങൾ എൻ്റെ ദൈവസന്നിധിയിൽ ആത്മശോധന ചെയ്യാം. ഇത്ര നാൾ ഞാൻ ജീവിച്ചിട്ട് ഞാനായിരിക്കുന്ന എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട് വിശ്വസ്തത എനിക്ക് പുലർത്താൻ പറ്റുന്നുണ്ടോ? എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിലെ പാപ സാഹചര്യങ്ങൾ വരുമ്പോൾ വിവേകത്തോടെ അത് മാറ്റിക്കളയാൻ എനിക്ക് പറ്റുന്നുണ്ടോ? പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.